ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് മാവുകൾ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാതും നമുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാവുകളൊക്കെ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരിക്കുള്ള മാവുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് പൊക്കോടൻ്റെയും എല്ലാം അങ്ങനെ കുറച്ച് മാവുകളുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം അതൊക്കെ കുറച്ചും കൂടി നമുക്ക് മാവ് ആവശ്യമുള്ളത് കാരണം അതിലേക്ക് വേണ്ടതും കൂടി ചേർത്തിട്ട് മാവൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇമ്മന്ന് ചെറുപയർ കൊണ്ട് ഒരു സുഖിയൻ ഉണ്ടാക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സുഖിയൻ ചെയ്യുന്ന സമയത്ത് ഉമ്മ ഒരു മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ മൊത്തമായിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഖിയൻ ബെല്ലം എന്താ പറയുക, ചെറുപയറിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തിട്ട് ആകപ്പാടെ വേവാത്തൊരു കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ചെറുപയർ വേവിച്ച് വെച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലോട്ട് ബെല്ലത്തിന് ഉരുക്കി വെച്ചതാണ്. അത് നല്ല തിക്കായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് അവലും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്, എങ്കിലാണ് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഉണ്ട പിടിക്കാനുള്ള കൺസിസ്റ്റൻസി ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഏലക്കായ പൊടിയും കൂടി ചേർത്തിട്ട് അപ്പം തന്നെ കൈയോടെ ചെറിയ ചൂടോട് കൂടി തന്നെ ഉണ്ട പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ബാക്കിയുള്ള സാധനം കൊണ്ടാണ് പണി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തീരുന്നാണ് വിചാരിച്ച് ഇല്ല കേട്ടോ. ഓരോ പണി കഴിയുമ്പോഴും നമ്മൾക്ക് അടുത്തത് ഓർമ്മ വരുമ്പോഴേക്കും കുറച്ചും കൂടി സമയം കൂടുതൽ ഇതിലാണ് പോയത്. അതായത് ഒരു 2 ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ബാക്കിയുള്ള ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് നമ്മൾക്ക് സമൂസയ്ക്ക് ഫില്ല് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. ഇന്നലെ ബ്രെഡ് റോൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് കഴിക്കാനുള്ള സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതും കൂടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി കുറച്ച് വെള്ളം കലക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്ക് സർബത്താണ്, പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു ഹഫ്സിയായിരുന്നു. അപ്പോൾ അതുകൂടി കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് പൊരിക്കണ പണിയൊക്കെ തുടങ്ങാൻ വിചാരിച്ചത്. കുറച്ച് നേരം വൈകിട്ടാണ് തുടങ്ങിയത്. ഒരു 4 മണിക്ക് ശേഷം തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലാം കൂടി കഴിയാൻ വാങ്ങി കൊടുക്കണ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം സമയം പോയി എന്ന് തന്നെ പറയാം. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടുത്തെ ജ്യൂസ് മാംഗോ ആണ് കേട്ടോ. കുട്ടികൾക്ക് അതാണ് കുറച്ചുകൂടി കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. പിന്നെ പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ ബനാന ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും മാംഗോ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് കാരണം മാംഗോ ജ്യൂസിലാണ് അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കുന്നത്. അങ്ങനെ അതും ചെയ്ത് വെച്ചോ. ഇനി നമ്മൾ പൊരിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ ഇന്ന് വളരെ കുറച്ച് സാധനങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പൊരിക്കാൻ നിന്നിട്ട് പൊരിച്ച് വന്നപ്പോൾ ഏകദേശം നിറയെ സാധനങ്ങളുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇനി പൊരിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അതിൻ്റെ തിരക്കും കൂടി ഉണ്ട്. ഇനി അതും കൂടി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ആശ്വാസമായിട്ട് നമുക്ക് നോമ്പ് തുറക്കാം കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഒരു 6 മണിയാകുമ്പോഴേക്കും മോന് ടേബിളിൽ വെച്ചില്ലയോ ചോദിച്ചിട്ട് അവൻ്റെ ഒരു ചോദ്യം വരും. അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഇന്നത്തെ വിഭവങ്ങൾ. ആൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.